യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു സമാധാന അന്തരീക്ഷം രൂപപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ളൊരു നീക്കം നടക്കുന്നതായിട്ടും കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു യുക്രൈനും റഷ്യയും എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ പഴയ പോളിസികളൊക്കെ മാറി വരികയാണല്ലോ. നേരത്തെ നേറ്റോയിൽ മെമ്പർഷിപ്പ് വേണമെന്ന് സെലൻസ്കിക്ക് വാശിയായിരുന്നു. പിന്നെ അവർക്ക് നഷ്ടപ്പെട്ട ഭൂമിയൊക്കെ തിരിച്ചു കിട്ടണം, എന്നാലേ സമാധാനം ഉണ്ടാകൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഒരു കോംപ്രമൈസ് വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് മാറ്റവും മറിച്ചിലൊക്കെ വരും. പിന്നെ വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും പുടിനോട് ഭയങ്കര ദേഷ്യം തോന്നിയായിരുന്നു ഈ റഷ്യ കയറി യുക്രൈനെ ഇങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ പല കണക്കുകൂട്ടലുകളും തെറ്റി. ഈ പുടിൻ വിചാരിച്ചിരുന്നത് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ കൂടിയ 2 ആഴ്ച കൊണ്ട് പിടിച്ചെടുക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ 3ാമത്തെ വർഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു വസ്തുത. പിന്നെ ട്രംപ് എല്ലാ കാര്യവും കാണുന്നത് വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടാണ്, കാര്യമാത്ര പ്രസക്തമായിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്നത്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിരുന്നു പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് എല്ലാ കാര്യങ്ങളും എങ്ങനെ വീക്ഷിക്കുന്നു ആ രീതിയിലാണ് അദ്ദേഹം വീക്ഷിക്കുന്നത്. എല്ലാം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്യുക, അല്ലാതെ വൈകാരികമായിട്ട് പോകുന്ന ഒരു രീതിയില്ല. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുടിനിപ്പോൾ ഈ കാണിച്ച പണി നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒരു കാര്യമുണ്ട്, ഈ റഷ്യക്കായാലും അമേരിക്കയ്ക്കായാലും അവരുടേതായ ഒരു പോളിസിയുണ്ട്. റഷ്യയുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് അവിടെ വേറൊരാൾ കയറി വരുന്നോ പെരുമാറുന്നോ അവർക്ക് ഇഷ്ടമല്ല. അത് അവരെന്ത് വില കൊടുത്തും ചെറുത്ത് നിൽക്കും. അതിന് ബ്രഷ്നേവ് ഡോക്ടറിൻ എന്നാണ് പറയാം. ഇതേപോലത്തെ തന്നെ വകുപ്പ് അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരത് സഹിക്കില്ല. അപ്പോൾ അതിന് പറയുന്നത് മൺറോ ഡോക്ടറിൻ എന്നാണ്, മൺറോ ഡോക്ടറിൻ. അപ്പോൾ ആ മൺറോ ഡോക്ടറിൻ പ്രകാരമാണ് 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. റഷ്യ കൊണ്ടുപോയിട്ട് അവിടെ മിസൈൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും പിന്നെ മിസൈൽ എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഉടനെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായി. 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ്. അപ്പോൾ അതേപോലെ നമ്മൾ കണ്ടാൽ മതി, ഈ അമേരിക്കയുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ വന്നിട്ട് വേറെ ആൾക്കാർ അധികം കളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. റഷ്യയുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ വന്ന് വേറെ ആരെങ്കിലും കളിച്ചാൽ റഷ്യയ്ക്കും ഇഷ്ടപ്പെടില്ല. അപ്പം നേറ്റോ റഷ്യയുമായിട്ട് തൊട്ടുരുമ്മി തോളുരുമ്മി കിടക്കുന്ന രാജ്യമാണ്. അവർ അമേരിക്കയുടെ കൂടെ കൂടുക അല്ലെങ്കിൽ നേറ്റോയുടെ കൂടെ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും റഷ്യയുടെ ഭാഗമായിരുന്ന യുക്രൈൻ അങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. അതാണ് അതിലെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുടിൻ ഇടപെടുന്നത്. ഇതിൽ വൈകാരികമായിട്ടൊന്നുമില്ല. ട്രംപ് ഇടപെടുന്നത്. ട്രംപിന് വേറെ വൈകാരികമായ അപ്രോച്ച് ഒരു കാര്യത്തിലുമില്ല. അത് ഗാസയുടെ കാര്യത്തിലായാലും കൊള്ളാം, യുക്രൈൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, ഒന്നും അദ്ദേഹത്തിന് നോട്ടമില്ല. ഗാസ എന്ന് പറഞ്ഞാൽ നല്ല റിയൽ എസ്റ്റേറ്റിന് നല്ല പറ്റിയ ഭൂമിയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാണുന്നത്. അതേപോലെ യുക്രൈൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്ലഡ് ഷെഡ് അവോയ്ഡ് ചെയ്യുക, രക്തച്ചൊരിച്ചിലുണ്ടല്ലോ, അതിന് വേണ്ട, അതിനെങ്ങനെ സാധിക്കും എന്നുള്ളത് മാത്രമേ അദ്ദേഹം ചിന്തിക്കുള്ളൂ. ബൈഡനായിരുന്നപ്പോൾ കുറച്ച് എമോഷണലായിരുന്നു, കുറച്ച് സെൻറ്റിമെൻ്റലായിരുന്നു. പിന്നെ ബൈഡൻ ഒരു കക്ഷി ഉണ്ടായിരുന്നു, ഈ യുക്രൈൻ നമ്മുടെ ആളും അതേപോലെ പുടിൻ നമ്മുടെ ശത്രു എന്നുള്ള രീതിയിലാണ് ബൈഡൻ സമീപിച്ചിരുന്നത്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ട്രംപിന് ആ ഒരു പോളിസി ഇല്ല. അദ്ദേഹം ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിലാണ് ഇടപെടുന്നത്, അല്ലാതെ എമോഷണലി അല്ലെങ്കിൽ സെൻറ്റിമെൻ്റലി എങ്ങോട്ടെങ്കിലും ചായ്ഞ്ഞല്ല നിൽക്കുന്നത്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഈ പറയുന്ന യുക്രൈനെ നേറ്റോയിൽ ചേർക്കണ്ട. അപ്പോൾ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്, പീറ്റ് ഹെക്സത്ത് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് ഈയിടെ ബ്രസൽസിൽ പോയപ്പോൾ പറഞ്ഞു, നേറ്റോ മെമ്പർഷിപ്പിന് പോയി ഞങ്ങൾ ഈ യുക്രൈനെ പരിഗണിക്കുന്നില്ലെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ പുടിന് വലിയ സമാധാനമാണ്. കാരണം അന്ന് യുക്രൈനെ ആക്രമിക്കുമ്പോൾ ഇറ്റ് വാസ് ഓൾ ഓഫ് എ സഡൻ ഒരു ആക്രമണമായിരുന്നു, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്. അപ്പോൾ പലരും ചോദിച്ചു, എന്ത് പണിയായി കാണിക്കുന്നു, ഇങ്ങനെ കയറിയ ഒരു രാജ്യത്തെ ആക്രമിക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുടിൻ അതിൻ്റെ മറുപടി പറഞ്ഞത് ഇതാണ്, അവർ ഏത് നിമിഷവും നേറ്റോ ആയിട്ട് ട്രീറ്റി സൈൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അവർ നേറ്റോയുടെ മെമ്പർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്രമിക്കേണ്ടത് യുക്രൈനല്ല, മൊത്തം നേറ്റോ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അതിലും ഭേദം നേറ്റോയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ അവരെ തടഞ്ഞു നിർത്തുക, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞത്. അതായത് ഒരു കാരണവശാലും റഷ്യയുടെ ഒരു ഭാഗമായിരുന്നു ഈ പറയുന്ന യുക്രൈൻ. എന്നിട്ട് റഷ്യയെ വിട്ട് മറ്റോടത്ത് പോയി ചേരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. അതാണ് ഒരു കാര്യം. അപ്പോൾ അതിലിപ്പോൾ നേറ്റോയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ പുടിന് പകുതി പ്രശ്നം തീർന്നു, പകുതി പ്രശ്നം അവിടെ അവസാനിച്ചു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എന്തെങ്കിലും സെക്യൂരിറ്റി ഗ്യാരണ്ടി
ഇനിയുള്ള കാലത്ത് യുക്രൈന് വേണമെങ്കിൽ അത് യൂറോപ്യൻ ആൻഡ് നോൺ യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, പക്ഷേ അത് നേറ്റോ ട്രൂപ്സ് എന്നുള്ള രീതിയിൽ അവിടെ ഇടപെടേണ്ട ആവശ്യമില്ല. നേറ്റോ ചെന്ന് ആക്രമിക്കുന്നു റഷ്യ എന്നുള്ള തോന്നലുണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഇപ്പോൾ പീസ് കീപ്പിംഗ് ഫോഴ്സൊക്കെ വെച്ചോട്ടെ, അത് യൂറോപ്യൻ ട്രൂപ്സ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ള ട്രൂപ്സ് ആകാം. പക്ഷേ നേറ്റോ ട്രൂപ്സ് അല്ലെങ്കിൽ ഫോഴ്സസ് എന്നുള്ള രീതിയിൽ അവിടെ നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ സെലൻസ്കിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ബൗണ്ടറീസിലേക്ക് തിരിച്ചു പോകണമെന്നാണ്. 2014 മുമ്പ് ക്രൈമിയ എന്ന് പറയുന്ന സ്ഥലമൊക്കെ യുക്രൈൻ്റെ ആയിരുന്നു. അപ്പോൾ ബ്ലാക്ക് സീയിലുള്ള അവരുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റ് റഷ്യയുടെ അവിടെയാണ് അവരുടെ സ്ഥലം. അപ്പോൾ അത് ബലമായിട്ട് റഷ്യ പിടിച്ചെടുത്തിരുന്നതൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. കാലം കുറേ കഴിഞ്ഞു പോയി, അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി സ്വപ്നങ്ങളൊന്നും കണ്ടു നടക്കണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കാഴ്ചപ്പാട്. പിന്നെ അതായത് ഇത് അങ്ങനെ അൺറിയലിസ്റ്റിക് ആണ് 2014 ആ കാലഘട്ടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം ഹ്യൂമൻ സഫറിങ് ഇല്ലാതെയാക്കുക, ബ്ലഡ് ഷെഡ് ഇല്ലാതാക്കുക. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ ട്രൂപ്സിനെ നിർത്തണമെങ്കിൽ അമേരിക്കൻ ട്രൂപ്സിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അമേരിക്കൻ ട്രൂപ്സ് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ കഥയില്ല. അത് യൂറോപ്പിൻ്റെ പ്രശ്നം യൂറോപ്പ് തന്നെ പരിഹരിക്കാം. അപ്പോൾ ഒരു റിയാൾട്ടർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ആളെന്നുള്ള രീതിയിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് ബിസിനസ് ഈസ് ബിസിനസ്. അപ്പോൾ എപ്പോഴും പോയിട്ട് നേറ്റോയുടെ പേരും പറഞ്ഞ് യൂറോപ്പിൽ പോയി കണ്ടവരൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് കവലച്ചട്ടമ്പിയെ പോലെ നടക്കാനായിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലൻസ്കി കുറച്ച് സ്വാപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ലാൻഡ് സ്വാപ്പ്, അതായത് ഈ യുക്രൈനിൻ്റെ ഭൂമി പിടിച്ചെടുത്തത് യുക്രൈന് തിരിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ ഭൂമി റഷ്യക്ക് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ റഷ്യയുടെ ഭൂമി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കേർസ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കേർസ്കിൽ കുറേ ഏരിയാസ് ഈ റഷ്യ യുക്രൈൻ പിടിച്ചെടുത്തിട്ടുണ്ട് യുദ്ധം നടക്കുന്ന സമയത്ത്. അപ്പോൾ സെലൻസ്കി പറയുന്നത്, ഞങ്ങളുടെ ഭൂമി ഡൊണറ്റ്സ്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ സ്ഥലങ്ങളിൽ സപ്പോറീഷ്യ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കയറി റഷ്യ ആക്രമിച്ചിരുന്നു. അവിടെ നിന്ന് പിടിച്ചെടുത്ത ഭൂമി ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ ഈ കേർസ്കിൽ ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം അങ്ങോട്ട് തിരിച്ചു നൽകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് അതിനോടും വലിയ സപ്പോർട്ടൊന്നുമില്ല. കേർസ്ക് റഷ്യയുടെ നേരത്തെ തൊട്ട് പണ്ട് കാലം തൊട്ട് റഷ്യയുടെ ഭാഗമാണ്. അതിനെ പ്രതീക്ഷിച്ച് നടക്കേണ്ട, അതൊന്നും ഇനി വലിയ പ്രായോഗികമല്ല എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ റഷ്യയ്ക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നില്ല അമേരിക്ക. ആ രീതിയിലുള്ള സപ്പോർട്ടേ അമേരിക്ക യുക്രൈന് കൊടുക്കുന്നുള്ളൂ. അമേരിക്ക ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്, അല്ലാതെ യുക്രൈൻ്റെ ആളെന്നുള്ള രീതിയിലല്ല പെരുമാറുന്നത്. പിന്നെ ഇപ്പോൾ സെലൻസ്കിയുടെ അടുത്തേക്ക് അമേരിക്കയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എൻവോയ് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ട്രംപിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കൂടി ലഭിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ വെച്ച് അവിടെ ട്രംപും പോകുന്നുണ്ട്, അതേപോലെ തന്നെ പുടിനും പോകുന്നുണ്ട്. ട്രംപും പുടിനും കൂടി അവിടെയും ഒരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് ഏകദേശം ഇപ്പോൾ അവർ സമാധാനത്തിൻ്റെ പാതയിലാണ്. യുദ്ധം വലിയ നേരത്തെ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് കഴിയുന്നൊരു കാര്യമാണ്, പക്ഷേ പകരം യുക്രൈനിലുള്ള ഒരുപാട് ധാതു സമ്പത്തുകളുണ്ട്, അതെനിക്ക് തരികയാണെങ്കിൽ, അമേരിക്കയ്ക്ക് തരികയാണെങ്കിൽ ഇത്ര രൂപ തരാം, $3 ബില്യൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ റയർ എർത്ത്സ് എന്ന് പറയുന്ന റയർ എർത്ത്സ് വിട്ട് തരണം എന്നൊക്കെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അമേരിക്കയ്ക്ക് ഓൾറെഡി $500 ബില്യൺ അടുത്ത് ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാകണ്ടേ എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും രീതിയിൽ സമാധാനം വരട്ടെ, ബ്ലഡ് ഷെഡ് ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.